ഹായ് എല്ലാവർക്കും കൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കുമെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് കച്ചവടക്കാർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് മെർക്കൻറ്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇംഗ്ലീഷ് കച്ചവടക്കാർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് മെർക്കൻറ്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം എന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു? അത് മെർക്കൻറ്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു? അത് മെർക്കൻറ്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു. സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി 1492 വടക്കേ അമേരിക്കയിൽ എത്തിയ വ്യക്തി നമ്മൾ പറഞ്ഞു ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അപ്പോൾ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി 1492 വടക്കേ അമേരിക്കയിലെത്തിയ വ്യക്തി ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളെ വിളിച്ച പേരെന്താണ്? റെഡ് ഇന്ത്യൻസ് ആണ്. അപ്പോൾ ഇന്ത്യക്കാർ എന്നാണ് അവർ വിളിച്ചത്. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളെ ഏത് പേരിൽ വിളിച്ചു? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രധാന സംഭവങ്ങളിലൊന്നായ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നാണ്? 1773 ഡിസംബർ 16 അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രധാന സംഭവങ്ങളിലൊന്നായ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്നാണ്? 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചെത്തിയ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലുകളിൽ കയറി അതിലുണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അതാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. എത്ര തേയിലപ്പെട്ടിയാണ്? 342 തേയിലപ്പെട്ടി. അപ്പോൾ 1773 ഡിസംബർ 16 അർദ്ധരാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയിലകൾ എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സംഭവമാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കടന്ന ഒരു വിഭാഗം ആളുകൾ സഞ്ചരിച്ച കപ്പൽ ഏതാണത്? അത് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കടന്ന ഒരു വിഭാഗം ആളുകൾ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? അത് മെയ് ഫ്ലവർ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി അത് ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ്? അത് ജെയിംസ് ഓട്ടിസ് ആണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് വടക്കേ അമേരിക്കൻ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ ചിന്തകൻ ആരാണ്? അത് തോമസ് പെയിൻ ആണ്. അപ്പോൾ ഏതെങ്കിലും വിദേശ ശക്തിക്ക് വടക്കേ അമേരിക്കൻ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ ചിന്തകനാരാണ്? അത് തോമസ് പെയിൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച കോമൺ സെൻസ്, ദി അമേരിക്കൻ ക്രൈസിസ് എന്നീ ലഘുലേഖകൾ എഴുതിയ വ്യക്തി ആരാണ്? അതും തോമസ് പെയിൻ ആണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച കോമൺ സെൻസ്, ദി അമേരിക്കൻ ക്രൈസിസ് എന്നീ ലഘുലേഖകൾ എഴുതിയ വ്യക്തി ആരാണ്? അത് തോമസ് പെയിൻ ആണ്. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാരെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അവരെ തീർത്ഥാടക പിതാക്കളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? തീർത്ഥാടക പിതാക്കളെന്ന് അറിയപ്പെടുന്നു. വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലണ്ടുകാർ 18-ാം നൂറ്റാണ്ടോടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു? എത്രയാണ്? 13 കോളനികളാണ് സ്ഥാപിച്ചത്. അപ്പോൾ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലണ്ടുകാർ 18-ാം നൂറ്റാണ്ടോടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ 13 കോളനികൾ ഏതെല്ലാമാണ്? ജോർജിയ,
സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മെരിലാൻഡ്, വെർജീനിയ, ദലാവയർ, പെൻസിൽവേനിയ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, മാസച്യൂസെറ്റ്സ്, ന്യൂ ഹാംഷെയർ. അപ്പോൾ ഒന്നുകൂടി 13 കോളനികൾ പറയാം. ഏതൊക്കെയാണ്? ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ദലാവയർ, പെൻസിൽവേനിയ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, മാസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇംഗ്ലീഷ് കച്ചവടക്കാർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് മെർക്കന്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു? അത് മെർക്കന്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു. സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി 1492 വടക്കേ അമേരിക്കയിലെത്തിയ വ്യക്തി ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായ ജനങ്ങളെ വിളിച്ചത് ഏതു പേരിലാണ്? ഇന്ത്യക്കാരെന്നാണ് വിളിച്ചത്. പിൽക്കാലത്ത് അവരുടെ പേരെന്തായി? റെഡ് ഇന്ത്യൻസ് എന്ന് ആയി. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കടന്ന ഒരു വിഭാഗം ആളുകൾ സഞ്ചരിച്ച കപ്പൽ അത് മെയ്ഫ്ലവറാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുണ്ടായ പ്രധാന സംഭവങ്ങളിലൊന്നായ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി. അതിലുണ്ടായിരുന്ന എത്ര പെട്ടിയാണ്? 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞ സംഭവമാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി അത് ജെയിംസ് ഓട്ടിസ് ആണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് വടക്കേ അമേരിക്കൻ വൻകര ദീർഘകാലം കീഴടക്കി എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന ആശയം മുന്നോട്ട് വച്ച അമേരിക്കൻ ചിന്തകൻ അത് തോമസ് പെയിനാണ്. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് തീർത്ഥാടക പിതാക്കളെന്ന് അറിയപ്പെടുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച കോമൺ സെൻസ്, ദി അമേരിക്കൻ ക്രൈസിസ് എന്നീ ലഘുലേഖകൾ തയ്യാറാക്കിയ വ്യക്തി ആരാണ്? അത് തോമസ് പെയിനാണ്. വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലണ്ടുകാർ 18-ാം നൂറ്റാണ്ടോടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 കോളനികൾ സ്ഥാപിച്ചു. അവ ഏതൊക്കെയാണ്? ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മെരിലാൻഡ്, വെർജീനിയ, ദലാവയർ, പെൻസിൽവേനിയ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, മാസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചോദ്യങ്ങൾ നോക്കിയത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അമേരിക്കയിലെ 13 കോളനികൾക്കും ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന വാദം മുന്നോട്ട് വെച്ച 47 പേജുകളുള്ള തോമസ് പെയിനിൻ്റെ ലഘുലേഖ ഏതാണത്? അത് കോമൺ സെൻസ് ആണ്. അപ്പോൾ അമേരിക്കയിലെ 13 കോളനികൾക്കും ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന വാദം മുന്നോട്ട് വെച്ച 47 പേജുകളുള്ള തോമസ് പെയിനിൻ്റെ ലഘുലേഖ ഏതാണ്? അത് കോമൺ സെൻസ് ആണ്. അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം ചേർന്ന എവിടെയാണത്? ഫിലാഡൽഫിയയിലാണ്. അപ്പോൾ അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം ചേർന്ന എവിടെയാണ്? ഫിലാഡൽഫിയ. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ച രേഖ അത് തോമസ് പെയിൻ്റെ കോമൺ സെൻസ് ആണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ച രേഖ ഏതാണ്? അത് നമ്മുടെ തോമസ് പെയിൻ്റെ കോമൺ സെൻസ് ആണ്. ആരുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലാണ്. ലണ്ടനിൽ നിന്നുള്ള സ്റ്റാമ്പ് പേപ്പറിൽ വേണം അമേരിക്കൻ കോളനികളിലെ രേഖകൾ തയ്യാറാക്കേണ്ടത് എന്ന വ്യവസ്ഥ മുന്നോട്ട് വച്ച ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമം ഏതാണത്? 1765 സ്റ്റാമ്പ് ആക്റ്റാണ്. അപ്പോൾ ലണ്ടനിൽ നിന്നുള്ള സ്റ്റാമ്പ് പേപ്പറിൽ വേണം അമേരിക്കൻ കോളനികളിലെ രേഖകൾ തയ്യാറാക്കേണ്ടത് എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ച ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമം ഏതാണ്? അത് 1765 സ്റ്റാമ്പ് ആക്റ്റാണ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ്? അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും ചെറുതും ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയും ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് 1774 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങൾ
ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ദി ഇൻടോളറബിൾ ആക്ട് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് 1774 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ ഇൻടോളറബിൾ ആക്ട് എന്ന് അറിയപ്പെടുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് ജോർജ് വാഷിങ്ടൺ ആണ്. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് ജോർജ് വാഷിങ്ടൺ ആണ്. 1774 അമേരിക്കയിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? എവിടെയായിരിക്കും അത്? അവിടെ ഫിലാഡൽഫിയയിലാണ്. അപ്പോൾ 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി നടന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി അത് ജോർജിയയാണ്. അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി നടന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? അത് ജോർജിയയാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന എവിടെയാണ്? 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. എവിടെയാണത്? അതും ഫിലാഡൽഫിയയിലാണ് നടന്നത്. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ്? 1775. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നായിരുന്നു 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് വർഷം എന്നാണ്? 1775. എവിടെ വെച്ചാണ്? അതും ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഒലിവ് ശാഖാ നിവേദനമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന്, അത് കഴിഞ്ഞിട്ടാണല്ലോ ആ ചെറിയ യുദ്ധമൊക്കെ നടന്നത്. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒലിവ് ശാഖാ നിവേദനമെന്ന് അറിയപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം ഏതാണ്? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ സ്വാതന്ത്ര്യ സമരം ഏതാണ്? അത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരമാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണത്? അത് ജോർജ് വാഷിങ്ടൺ. എല്ലാവർക്കും അറിയാം. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്ത ആരെയാണ്? അത് ജോർജ് വാഷിങ്ടൺ തന്നെയാണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്നാണ്? 1776 ജൂലൈ 4 അപ്പോൾ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്നാണ്? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചേർന്ന്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് ചരിത്രരേഖയിൽ നിന്നുള്ള വാക്യങ്ങളാണ്? ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ വാക്യങ്ങളാണ്. എന്താണ്? എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ഏത് ചരിത്രരേഖയിൽ നിന്നുള്ള വാക്യങ്ങളാണ്? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ വാക്കുകളാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചെന്നാണ്? 1781. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചെന്നാണ്? 1781. അപ്പോൾ 1783 ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഏതാണ്? പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അപ്പോൾ 1783 ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? അത് പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത് ഏത് യൂറോപ്യൻ രാജ്യത്തെ ഭരണാധികാരികളായിരുന്നു? അത് ഫ്രാൻസിലെ ഭരണാധികാരികളായിരുന്നു. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത് ഏത് യൂറോപ്യൻ രാജ്യത്തെ ഭരണാധികാരികളായിരുന്നു? അത് ഫ്രാൻസിലെ ഭരണാധികാരികൾ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ആ ചോദ്യങ്ങൾ. നമുക്കിത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. അപ്പോൾ അമേരിക്കയിലെ 13 കോളനികൾക്കും ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന വാദം മുന്നോട്ട് വെച്ച 47 പേജുള്ള തോമസ് പെയിൻ്റെ ലഘുലേഖ ഏതാണ്? അത് കോമൺ സെൻസ് ആണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ച രേഖ ഏതാണ്? അത് തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് ആണ്. അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം ചേർന്ന് എവിടെയാണ്? അത് ഫിലാഡൽഫിയയിലാണ്. ലണ്ടനിൽ നിന്നുള്ള സ്റ്റാമ്പ് പേപ്പറിൽ വേണം അമേരിക്കൻ കോളനികളിലെ രേഖകൾ തയ്യാറാക്കേണ്ടത്
എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ച ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമം ഏതാണ്? 1765 സ്റ്റാമ്പ് ആക്റ്റാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് 1774 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ദി ഇൻടോളറബിൾ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1774 അമേരിക്കയിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? അത് ഫിലാഡൽഫിയയിലാണ് നടന്നത്. ആരുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. 1774 അമേരിക്കയുടെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന എവിടെയാണ്? അത് ഫിലാഡൽഫിയയിലാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് നടന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? അത് ജോർജിയയാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 നടന്നത്. എവിടെ ചേർന്നു? അതും ഫിലാഡൽഫിയയിലാണ് ചേർന്നത്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒലിവ് ശാഖാ നിവേദനം എന്ന പേരിൽ അറിയപ്പെടും. ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം. എങ്ങനെയാണ്? ഒലിവ് ശാഖാ നിവേദനം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. രണ്ടാം കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അത് ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയ വർഷം എന്നാണ്? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ്? അത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ആരെയാണ്? അത് ജോർജ് വാഷിങ്ടണെയാണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയപ്പോഴാണ്? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ ആരെല്ലാം നമ്മൾ പറഞ്ഞു? ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് ചരിത്രരേഖയിൽ നിന്നുള്ള വാക്യങ്ങളാണിത്? ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ വാക്യങ്ങളാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചതെന്നാണ്? 1781 1783 ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി പ്രകാരമാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം ഏതാണ്? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ചത് ഏത് യൂറോപ്യൻ രാജ്യത്തെ ഭരണാധികാരികളാണ്? അത് ഫ്രാൻസിലെ ഭരണാധികാരികളാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്.